നമസ്കാരം. ഇറാനിൽ നിന്നുള്ള ശക്തമായ വധഭീഷണിയെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അതീവ രഹസ്യമായി മറ്റൊരു സൈനിക വിമാനത്തിലേക്ക് മാറ്റി സുരക്ഷിതമായി യുകെയിൽ എത്തിച്ചതായി റിപ്പോർട്ടുകൾ. നാറ്റോ ഉച്ചകോടിക്കായി തുർക്കിയിലെത്തിയ ട്രംപ് ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിൽ തന്നെയാണ് മടങ്ങുന്നതെന്ന് പ്രഖ്യാപിച്ച ശേഷമാണ് വൈറ്റ് ഹൌസും US രഹസ്യാന്വേഷണ ഏജൻസികളും ചേർന്ന് തികച്ചും നാടകീയമായ ഈ സുരക്ഷാ ഓപ്പറേഷൻ നടപ്പിലാക്കിയത്. തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ ക്യാമറകൾക്ക് മുന്നിൽ വെച്ചാണ് ട്രംപ് പഴയ എയർഫോഴ്സ് വൺ വിമാനത്തിലേക്ക് കയറിയത്. എന്നാൽ മാധ്യമപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണുവെട്ടിച്ച് വിമാനത്താവളത്തിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് കേറ്ററിംഗ് ട്രക്കിന്റെ സഹായത്തോടെ ട്രംപിനെയും ഏതാനും ഉയർന്ന ഉദ്യോഗസ്ഥരെയും വിമാനത്തിന്റെ എതിർവശത്തെ വാതിലിലൂടെ രഹസ്യമായി പുറത്തെത്തിക്കുകയായിരുന്നു. തുടർന്ന് എയർപോർട്ട് റൺവേയിലൂടെ കേറ്ററിംഗ് ട്രക്കിൽ കൊണ്ടുപോയി സമീപത്ത് നിർത്തിയിട്ടിരുന്ന അമേരിക്കൻ വ്യോമസേനയുടെ ചെറുവിമാനമായ എയർഫോഴ്സ് C-32A മാറ്റുകയായിരുന്നു. പ്രസിഡന്റ് തങ്ങളോടൊപ്പം പഴയ എയർഫോഴ്സ് വൺ വിമാനത്തിലുണ്ടെന്നാണ് കൂടെ യാത്ര ചെയ്ത മാധ്യമപ്രവർത്തകരും വൈറ്റ് ഹൌസിലെ ഒട്ടുമിക്ക ജീവനക്കാരും കരുതിയിരുന്നത്. വിമാനത്തിൽ കയറിയ ശേഷം പ്രസ് ക്യാബിന്റെ ജനൽ മൂടികൾ പൂർണ്ണമായും താഴ്ത്തിയിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരുന്നു. അപകടകരമായ ഒരു യാത്രയിലായതിനാലാണ് ജനലുകൾ അടച്ചിടാൻ പറഞ്ഞതെന്ന് പിന്നീട് ട്രംപ് മാധ്യമപ്രവർത്തകരോട് തമാശ രൂപേണ പറയുകയും ചെയ്തു. ഖത്തർ സമാനമായി നൽകിയ പുതിയ ബോയിങ് 747 വിമാനത്തിലാണ് ട്രംപ് നേരത്തെ അങ്കാറയിലെത്തിയത്. എന്നാൽ മടങ്ങുമ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ പഴയ എയർഫോഴ്സ് വൺ ഉപയോഗിക്കുകയാണെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു ഇതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ട്രംപ് സഞ്ചരിച്ച ചെറിയ വിമാനം രാത്രി 10:20 ബ്രിട്ടനിലെ RAF മിൽജൻ ഹാൾ എയർബേസിൽ എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് മറ്റ് യാത്രക്കാരെ വഹിച്ചുകൊണ്ടുള്ള എയർഫോഴ്സ് വണ്ണും ലാൻഡ് ചെയ്തത്. മുൻപ് 2000 അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോഴും സമാനമായ രീതിയിൽ രഹസ്യ വിമാനമാറ്റം നടത്തിയിരുന്നെങ്കിലും ഇത്രയും കൃത്യമായ പദ്ധതിയിലൂടെ വിവരങ്ങൾ മറച്ചുവെച്ച് വിമാനമാറ്റം നടത്തുന്നത് US ചരിത്രത്തിൽ ആദ്യമായാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപുമായി പറന്ന C-32A വിമാനം രാത്രി 10:20 ബ്രിട്ടനിലെ RAF മിൽജൻ ഹാൾ ബേസിൽ ലാൻഡ് ചെയ്തു. തൊട്ടു പിന്നാലെ മാധ്യമപ്രവർത്തകരുമായി പഴയ എയർഫോഴ്സ് വണ്ണും അവിടെ എത്തിച്ചേർന്നു. തുടർന്ന് രാത്രി 10:56 പഴയ എയർഫോഴ്സ് വണ്ണിന്റെ ഗോവണി ഇറങ്ങിവന്ന ട്രംപ് മാധ്യമങ്ങൾക്ക് നേരെ വിക്ടറി ചിഹ്നം കാണിക്കുകയും വിമാനത്താവളത്തിലെ സൈനികരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ C-32A വിമാനത്തിൽ ആദ്യം ലാൻഡ് ചെയ്ത ട്രംപിനെ എങ്ങനെയാണ് മാധ്യമങ്ങൾ കാണാതെ വീണ്ടും പഴയ എയർഫോഴ്സ് വണ്ണിലേക്ക് മാറ്റിയെന്ന കാര്യം വ്യക്തമല്ല. തികച്ചും ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഇതെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ പ്രതികരിച്ച വൈറ്റ് ഹൌസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്റ്റീവ് ചിയാങ് അമേരിക്കയ്ക്കും പ്രസിഡന്റിനും നേരെ നിരവധി ശത്രുക്കളുടെ ഭീഷണിയുണ്ടെന്നും അത്തരം സുരക്ഷാ ഭീഷണികളെ നേരിടാൻ സാധ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും മാർഗങ്ങളും ഉപയോഗിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു വിമാനമാറ്റം ഉണ്ടായിരിക്കുന്നത്. 2000 ഇതിനു മുൻപ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് സമാനമായി വിമാനം മാറിക്കയറി ഇറങ്ങിയത്. ഇപ്പോൾ ട്രംപും ഇതേ വിദ്യ തന്നെയാണ് പ്രയോഗിക്കുന്നത്.